ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും പിന്നെ വേറെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏപ്രിൽ മാസം 19-ാം തീയതിയാണ്, ഏപ്രിൽ മാസം 18-ാം തീയതിയാണ്. മെയിനായിട്ട് ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്ത സിനിമകളാണ്. മൊത്തം 14ഓളം റിലീസുകളാണ് നാളെ ഏപ്രിൽ മാസം 19-ാം തീയതി പിന്നെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ രവി തേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഈഗിൾ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് സിനിമയായിരുന്നു. ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇതിനു മുമ്പേ തന്നെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ മുതൽ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹൊറർ മൂവിയാണ്, ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ്. ഇമാക്കുലേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇപ്പോൾ മുതൽ ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു തെലുങ്ക് ആക്ഷൻ മൂവിയാണ്. ജം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ മൂന്ന് റിലീസുകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ. അതിൽ ഒന്നാമത്തത് റബൽ മൂൺ പാർട്ട് 2 ദ സ്കാർ ഗിവർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. യാമി ഗൗതം, പ്രിയാമണി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആർട്ടിക്കിൾ 370 എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുന്നതാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ഭാഷയിൽ ചിലപ്പോൾ വന്നേക്കാം, തമിഴ് ഭാഷയിലും ചിലപ്പോൾ വന്നേക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഓൾ ഇന്ത്യ റാങ്ക് എന്നാണ് സിനിമയുടെ പേര്. ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് രണം എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ സിംപ്ലി സൗത്തിൽ OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. ജയൻ രവി അതുപോലെ തന്നെ കീർത്തി സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൈറൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തമിഴ് ഭാഷ കൂടാതെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. കാം ചാലു ഹേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തമിഴ് സിനിമയാണ്. ആർ യു ഓക്കെ ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സമുദ്രക്കനി അഭിരാമിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ കൊല്ലം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ബുക്ക് മൈ ഷോസ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാള സിനിമയാണ്. ഭഗത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ മൂവിയാണ് നീലരാത്രി എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാം. അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ്. തുരുത്തിമലയിലെ തിരുത്തുകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഐസ്ട്രീം OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ മലയാള ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. മൈ ഡിയർ ഡോങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തമിഴ് സിനിമയാണ്. യാവരും വല്ലവരെ എന്ന് പറഞ്ഞ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആഹാ തമിഴ് വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട ഇംഗ്ലീഷ് മൂവിയാണ്. എനിവൺ ബട്ട് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, സ്പാനിഷ്, ഫ്രഞ്ച് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ്, ബുക്ക് മൈ ഷോസ്, ആമസോൺ, ഐറ്റ്യൂൺസ് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രീം സെനാരിയോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലാ സോഗ 3 വെഗൻസിയ എന്നാണ് സിനിമയുടെ പേര്. വെഗ്യൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാ സോഗ 3 വെഗ്യൻസ് സിനിമയുടെ പേര് അങ്ങനെയാണ് വരുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് VR OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. ഇത്രയും റിലീസുകളാണ്, ഇത്രത്തോളം 14ഓളം റിലീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. പ്രധാനപ്പെട്ട മലയാള സിനിമകളൊന്നും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേഷം വരുമോ എന്നുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സിനിമ അപ്ഡേറ്റുകളൊക്കെ പല സ്ഥലങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേഷൻ നെറ്റ്ഫ്ലിക്സിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച വന്നേക്കാം. അതിന് മുമ്പേ തന്നെ വേറൊരു സിനിമ കൂടി വരാനുണ്ട്. നമ്മുടെ ഷാരൂഖ് ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡുങ്കി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഹിന്ദി ഭാഷയിൽ വന്നിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് ഹിന്ദി ഭാഷയിൽ വന്നിട്ടുള്ളത്. ഇതുവരെ അതിൻ്റെ ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്തിട്ടില്ല. തമിഴ് ഡബ്ഡ് വേർഷൻ, ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ചിലപ്പോൾ ഈ മാസം തന്നെ വന്നേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യാത്ര 2 എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ
ഒരു ക്യാമിയോ റോളിൽ വന്ന ജീവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് സിനിമയായിരുന്നു. ഈ സിനിമയുടെ തെലുങ്ക് ഭാഷയിൽ കഴിഞ്ഞ ആഴ്ച ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരുന്നു. ചിലപ്പോൾ നാളെ സിനിമയുടെ തമിഴ് മലയാളം ഡബ്ഡ് വേർഷൻ ആമസോൺ പ്രൈമിൽ വന്നേക്കാം. നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നേക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഒരു സിനിമയാണ് ഊരു പേര് ഭൈരവ കൊണ്ട എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമ. കന്നഡ മൂവിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനും ആമസോൺ പ്രൈമിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും എന്നുള്ളൊരു അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമകളുടെയൊക്കെ പലരും കാർഡ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്ഡേറ്റുകൾ നോക്കിയ സമയത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇന്ന് രാത്രി ആമസോൺ പ്രൈമിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ സർപ്രൈസ് റിലീസും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ച ഒരു എന്താ പറയുക ഒരുപാട് മലയാള സിനിമകൾ വരാണ്ട്. ബോസൻകോ, പിന്നെ ബാന്ദ്ര, തങ്കമണി അതുപോലുള്ള സിനിമകൾ കുറേ സിനിമകളൊക്കെ വരാനുണ്ട്. പലരും കാർഡ് ബോക്സ് ചോദിക്കാറുണ്ട് ഈ സിനിമകളെ കുറിച്ചൊക്കെ. പക്ഷേ ഇതുവരെ ആ സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു OTT പ്ലാറ്റ്ഫോം എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തങ്കമണിയൊന്നും പിന്നെ എങ്ങനെ ഏത് OTT പ്ലാറ്റ്ഫോം വരും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.